മുഖ്യമന്ത്രി വി.ഡി. സതീശനും മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും തമ്മിലുള്ള താരതമ്യ പഠനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചകളിലുമൊക്കെ നടക്കുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഈ ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് ക്രോഡീകരിച്ചത് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പലയിടങ്ങളിലും ഏകോപനം പാളിപ്പോയതായിട്ടും നമ്മൾ വാർത്തകളിലൂടെ കാണുകയും ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് എന്തായാലും മാറ്റിവെക്കാൻ കഴിയില്ല. പക്ഷേ അപ്പുറത്ത് ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ ആയിരുന്നെങ്കിൽ, അതായത് സത്യത്തിൽ ഒരു വെളുപ്പിക്കൽ പ്രക്രിയ പിണറായിക്ക് പോലും അപമാനമാകുന്ന തരത്തിൽ നടത്തുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഒരു ചർച്ചകളെല്ലാം പോകുന്നത്. സത്യത്തിൽ പിണറായി ഇത്തരത്തിലൊരു ചർച്ച ആഗ്രഹിക്കുന്നുണ്ടോ ഈ സാഹചര്യത്തിൽ എന്നുപോലും നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ അപാകതകൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷെ ഈ ഒരു താരതമ്യം എന്ന് പറയുന്നത് അത് ശരിയായ രീതിയാണോ സർ? ഇത് ശരിയായ രീതിയല്ല എന്ന് മാത്രമല്ല, ജനാധിപത്യത്തിനെ അപമാനിക്കലാണ്. കാരണം നമുക്കൊരു രാജാവ് ഉണ്ടായിരുന്നു, മഹാബലി ഉണ്ടായിരുന്നു. മഹാബലി പോയി വേറെ രാജാവ് വന്നതോടുകൂടി രാജ്യത്ത് മുഴുവൻ കുളമായി എന്ന് പറയുന്നത് ജനാധിപത്യത്തെ അപമാനിക്കലാണ്. ഒന്നാമത്തെ കാര്യം, ഏതെങ്കിലും ഒരാളെ ആശ്രയിച്ചല്ല ഒരു ഭരണ സംവിധാനം നിൽക്കുന്നത്. ഇപ്പൊ ഏകോപനം എന്ന് പറഞ്ഞാൽ പോലും മുഖ്യമന്ത്രി മാത്രമല്ല ഏകോപനം നടത്തുന്നത്. അതിനിവിടെ വലിയൊരു ഭരണ സംവിധാനമുണ്ട്. നമ്മൾ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുക. ചീഫ് സെക്രട്ടറി മുതൽ പിയൂൺ വരെയുള്ള ആളുകൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാന മന്ത്രിസഭ വരെയുള്ള ആളുകൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ചുമതലകൾ വിഭജിച്ചിട്ടുണ്ട്. ഈ ചുമതലകൾ കൃത്യമായി നടത്താനുള്ള ശേഷിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്കെ, ഈ പ്രളയം മാനേജ് ചെയ്തതിൽ സതീശനെന്നല്ല ഗവൺമെന്റിന് വീഴ്ച വന്നിട്ടുണ്ടെന്ന് വെക്കുക, വന്നിട്ടുണ്ടെന്ന് വാദിക്കാം. അതുകൊണ്ട് അതിപ്പോ പല സ്ഥലത്തും ഞാൻ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാം. 2018 പ്രളയത്തിൽ അന്നത്തെ MLA സജി ചെറിയാന്റെ ഒരു കരച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. സജി ചെറിയാൻ. അപ്പൊ അത് പിണറായി വിജയന് പാളി എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറഞ്ഞു. അത്തരം പാളിച്ചകൾ ഉണ്ടാവും. ഇപ്പോഴും ഒരു കാര്യം എനിക്ക് തോന്നുന്നു, റെസ്ക്യൂ ഓപ്പറേഷനിൽ വലിയ പാളിച്ച വന്നിട്ടില്ല. ആകെയുള്ളത് ആ കടൽ തീരത്ത് ഒരു സ്ക്യൂബ ഡൈവിങ്ങിന്റെ ഒരു ടീമിനെ കുറിച്ച് മാത്രമാണ്. മുതലപ്പുഴയിൽ എവിടെ മുതലപ്പുഴയിൽ. പക്ഷെ മുതലപ്പുഴയിൽ ഇതിനു മുമ്പ് ആളുകൾ മരിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും പോയിട്ടുണ്ട്. കുറച്ച് ആളുകളെ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. കാരണം അത് മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ ഏകോപനം പോയിട്ടുണ്ടെങ്കിൽ വിമർശിക്കപ്പെടണം. സതീശൻ നല്ല സർക്കാർ വിമർശിക്കപ്പെടണം. സർക്കാർ സംവിധാനത്തിൽ എവിടെയാണ് പാളിച്ച ഉണ്ടായതെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. പക്ഷേ അത് സതീശന്റെ കുറവായിട്ടോ പിണറായിയുടെ മെച്ചമായിട്ടോ കാണിക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ട്. കാരണം ഈ ഗവൺമെന്റ് വന്നിട്ട് 3 മാസമായിട്ടില്ല. ഇവിടെയുള്ള സംവിധാനം പഴയ ഗവൺമെന്റ് സംവിധാനം തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഈ സംവിധാനത്തിൽ വന്നിട്ടില്ല. ഒരു പക്ഷേ ചീഫ് സെക്രട്ടറി ഒന്ന് മാറും, അല്ലെങ്കിൽ മറ്റേ സെക്രട്ടറി മാറും, ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി മാറും എന്നുള്ളത് ഒഴിച്ചാൽ ആ സംവിധാനം, അവിടെയാണ് നമ്മുടെ സംവിധാനം പരാജയപ്പെടുന്നതിന്റെ പ്രശ്നം. മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യില്ല എന്നൊരു സംവിധാനം നമുക്ക് ഉണ്ടായിക്കൂടും. മുഖ്യമന്ത്രി പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറയാൻ പാടില്ല. കാരണം ഇപ്പോൾ സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാ ജില്ലാ കളക്ടർമാർക്കും പൂർണ്ണമായ അധികാരം കൊടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്. ഓരോ ജില്ലയ്ക്ക് താഴെയുള്ള താലൂക്കിൽ, പഞ്ചായത്തിൽ, വില്ലേജിൽ എന്തു നടക്കുന്നു എന്ന് നോക്കാനുള്ള ചുമതല കളക്ടർക്കും ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിക്കുമുണ്ട്. ഇപ്പോ പിണറായി വിജയനെ പറ്റി മുമ്പുണ്ടായിരുന്ന ഒരു പരാതി, പ്രളയം നടത്തുന്ന സ്ഥലത്തൊന്നും അദ്ദേഹം പോയില്ല എന്നുള്ളതാണ്. അത് വലിയ പരാതിയായിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ വരുന്ന പടങ്ങൾ എന്ന് പറയുന്നത് പിണറായി ഈ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ചു. അല്ല, അതൊക്കെ വളരെ ഒടുവാണ്. അന്ന് ഈ ആരോപണം ഉയർന്നു. നിങ്ങൾക്ക് പഴയ വീഡിയോ എടുത്ത് നോക്കി അറിയാം. അന്ന് ഞാൻ അതിനെ പറഞ്ഞിരുന്നു, പിണറായി വിജയൻ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോലല്ല പണി, അത് വേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനമുണ്ട്. ഇപ്പോഴത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ പഴയ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തുടക്കമാണ്, അതിന്റെ തുടർച്ചയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം ഇവിടെ ഒരു കാലത്ത് നന്നായി പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. പിണറായിയുടെ കാലത്തുമില്ല, സതീശന്റെ കാലത്തുമില്ല. കാരണം അതിന് ഒരു കൃത്യമായ ഒരു പ്രവർത്തന രീതിയില്ല. അതിന് രീതിയില്ലാത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാത്രം കുഴപ്പമല്ല, അത് ചെയ്യണമെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാത്രം വിചാരിച്ചാൽ പോരാ. ഒറ്റ ഉദാഹരണം, ഇപ്പോ വെള്ളപ്പൊക്കം വന്നു, കുട്ടനാട്ടിൽ വെള്ളം ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് കുട്ടനാട്ടിൽ വെള്ളം പോകുന്നില്ല, അതുകൊണ്ടാണ് റാന്നിയിലും ഈരാറ്റുപേട്ട, അതൊന്നും എനിക്കറിയില്ല, ഈരാറ്റുപേട്ടയും റാന്നിയിലും ഒക്കെ പോയത് പമ്പയിൽ വെള്ളം ഒഴുകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പമ്പയിൽ വെള്ളം ഒഴുകാത്തത് എന്ന് 2018 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് റൂം ഫോർ റിവർ എന്നൊരു പരിപാടി ഇവിടെ കൊണ്ടുവന്നിട്ട് പോവാത്തത്? പമ്പയിൽ വെള്ളം ഒഴുകാത്തത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് എന്തുകൊണ്ട്? നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിന്റെ കാരണം നമ്മുടെ ഭൂവിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
ഇപ്പൊ കുട്ടനാട്ടിലെ ഞാൻ ഇന്നലെ പരിശോധിച്ചു. ഇപ്പൊ കുറച്ച് ദിവസം കുട്ടനാട്ടിലെ പൊഴി മുറിക്കൽ, കുട്ടനാട്ടിൽ നിന്ന് ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് കുറെ കാലമായി മണൽ വാരുന്നുണ്ട്. നമുക്കറിയാം അതിന്റെ വിവാദമൊക്കെ, കരിമണൽ അതെ വാരലുമായി അതെ ബന്ധപ്പെട്ട വിവാദമുണ്ട്. ഉം. പക്ഷേ അത്രയും കാലം വാരുമ്പോഴും തോട്ടപ്പള്ളിയിലെ പൊഴിയിൽ നിന്ന് അവിടെ കൂടിക്കിടക്കുന്ന മാലിന്യം നമ്മൾ വാരിയില്ല. കാരണം നമുക്ക് മണലിലേ താല്പര്യമുള്ളൂ. അതെ മനസ്സിലായോ? അപ്പൊ തോട്ടപ്പള്ളിയിൽ നിന്ന് അപ്പുറത്തു നിന്ന് JCB-ക്കാര് കരിമണൽ കർത്താവിനാണോ എന്തിനാന്ന് എനിക്കറിയില്ല, എന്തായാലും മണൽ വാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തോട്ടപ്പള്ളി പൊഴി മുറിക്കാൻ ഇപ്പോൾ കഴിഞ്ഞില്ല. അപ്പൊ മണൽ വാരുന്നതിനെ എതിർത്തു ഏറെ കാരണമുണ്ട്. പക്ഷേ ആ മണൽ വാരിയോണ്ടും തോട്ടപ്പള്ളിയിൽ വെള്ളമൊഴുക്കുണ്ടായില്ല. ഉം. തോട്ടപ്പള്ളിയിലെ നീരൊഴുക്കിന് വേണ്ടി എന്ന് പറഞ്ഞാണ് കരിമണൽ വാരിയത്. പക്ഷെ ഉണ്ടായില്ല. ഉം. ഇത്രയും കാലം വാരിയിട്ടും ഉണ്ടായില്ല. ഇപ്പൊ വീണ്ടും അവിടെ അടിഞ്ഞുകിടക്കുന്ന മാലിന്യങ്ങൾ വാരുന്നത് നമ്മളിപ്പോ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുകയാണ്. ഉം. എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മുൻകൂർ കാണുന്നതിൽ വളരെ വലിയ പരാജയമാണ്. ആകെ അവർ ചെയ്യുന്ന പണി റെസ്ക്യൂ ഓപ്പറേഷൻ. പിന്നെ NDRF-ഓ ഫയർഫോഴ്സോ പോലീസോ നാട്ടുകാരോ ഒക്കെ ചെയ്യും. ഉം. കുറെ ചെയ്യും, കുറെ ചെയ്യില്ല. ഇപ്പൊ മരണനിരക്ക് നോക്കിയാൽ ഓരോ വർഷവും നമ്മുടെ മരണനിരക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ മരണനിരക്ക് അതിനൊക്കെ കൂടുതൽ, ചില വർഷം വളരെ കൂടുതൽ. ഇപ്പൊ മുണ്ടക്കൈ ചൂരൽമലയൊക്കെ ഉണ്ടായ കാലത്ത് ഏറ്റവും കൂടുതൽ മരണനിരക്ക് ഉണ്ടായി. അത് ഗവൺമെന്റിന്റെ കുഴപ്പമില്ല, ഉം. ആ ഡിസാസ്റ്ററിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഒരു ദിവസത്തെ മഴയിലാണ് ഈ വെള്ളം മുങ്ങിയത്. ഒറ്റ രാത്രി, ഒരു ദിവസം പോലും ഇല്ല, ഒരു രാത്രി 300 മില്ലിമീറ്റർ മഴ പെയ്തു. 300 മില്ലിമീറ്റർ മഴ പെയ്താൽ അത് താങ്ങാനുള്ള ശേഷി ആ നദിക്കോ പ്രദേശത്തിനോ നദീതടത്തിനോ ഇല്ല. ഉം. മനസ്സിലായോ? അത് ഏകോപനത്തിന്റെ ഒന്നും വിഷയമല്ല. ഏകോപനമൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഏകോപനം ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം, ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ഈ ഭക്ഷണം കിട്ടിയില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ എണ്ണം കുറവുണ്ട്, ക്യാമ്പുകൾ വേണ്ടത്ര ഒന്നിച്ചുണ്ടായില്ല. ഇതൊക്കെ 2018 ഇതൊക്കെ ആവർത്തിച്ചതാണ്. പക്ഷേ അവിടെയാണ് എനിക്കും ചോദ്യമുള്ളത്. നമ്മൾ 2018 മുതൽ ഇങ്ങോട്ടേക്ക് ഇതെല്ലാം എല്ലാ വർഷവും എന്നോണം കാണുന്നുണ്ട്. 2018 സമാനമായിട്ട് പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോ സാർ ഇപ്പൊ പറഞ്ഞല്ലോ, സിസ്റ്റം എന്ന് പറയുന്നത്, ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്, അവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. ചില ആളുകൾ മാറിയതല്ലാതെ അതിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഗൗതം കൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ കോസ്റ്റൽ സ്റ്റേഷനിൽ പോയിട്ട് വലിയ വിലാപം ഉണ്ടാകുന്നത് അല്ലെ. അപ്പോ അവര് പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് പരാതി പറഞ്ഞില്ല എന്നുള്ള. ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ യുവാവ് പോയിട്ടുണ്ടെങ്കിൽ ആ തുടർച്ചയായി തിരച്ചിൽ നടത്താനും അവനെ കണ്ടെത്താനും വേണ്ടിയിട്ടാണല്ലോ ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതിനെ എങ്ങനെയാണ് ഒരു പരാജയമായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ മുഴുവനും ഒരു ഗവൺമെന്റിനോട് ചേർത്ത് നിർത്തേണ്ടുന്ന ഒരു ആവശ്യമാകുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞേ, ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സിസ്റ്റം ഇവിടെ ശരിക്കും പെർഫെക്റ്റ് അല്ല. സിസ്റ്റം വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞാൽ വിളിച്ചോടനെ കേൾക്കും, അവിടെ ഭക്ഷണം കൊടുക്കുമെന്ന് പറയും, ഇവിടെ കിടക്ക കൊടുക്കുമെന്ന് പറയും, ഇവിടെ ടോയ്ലറ്റ് കൊടുക്കുമെന്ന് പറയും. ഇത് പിണറായി വിജയനോ സതീശനോ നേരിട്ട് വിളിച്ചു കൊടുക്കേണ്ട ടോയ്ലറ്റോ ഭക്ഷണമോ അല്ല. അതിനാ ഞാൻ പറഞ്ഞ പഞ്ചായത്തുണ്ട്. ഒരു പ്രദേശത്ത് ഒരു പഞ്ചായത്തുണ്ട്. നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് സംവിധാനം വളരെ ശക്തമാണ്. പഞ്ചായത്ത് മെമ്പർമാർ മുതൽ ആളുകളുണ്ട്. ഞാൻ ഇന്നലെ വളരെ ട്രോള് കിട്ടിയ ഒരു ബിജിലി എന്ന് പറഞ്ഞ ഒരാളുടെ അത് കേട്ടു. ഇവിടെ മരുന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള എന്താണ്? നമ്മൾ കയ്യിൽ നിന്ന് കാശെടുത്ത് ചിലപ്പോൾ മരുന്ന് മേടിച്ചു കൊടുക്കും, മരുന്ന് അവിടെ എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് മരുന്ന് കിട്ടിയില്ല എന്നുള്ളത് ആരോഗ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞ്, ആരോഗ്യമന്ത്രി മെഡിക്കൽ സർവീസ് വിളിച്ചു പറഞ്ഞ്, അവിടെ വിളിച്ചു പറഞ്ഞ് മരുന്ന് കിട്ടല്ല വേണ്ടത്. എത്രായിരം കോടി രൂപയുടെ സഹായങ്ങളാണ് പല രൂപത്തിൽ പല കാലത്ത് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ളത്. ഈ 18 സമയത്ത് തന്നെ, തുടക്ക സമയത്ത്, ഫ്ലഡ് ഇങ്ങനെ നിൽക്കുന്ന സമയത്തല്ല ഈ പ്രവർത്തനങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പാക്കേജുകളുമായി ബന്ധപ്പെട്ടുള്ള വണ്ടികളെല്ലാം പോയി തുടങ്ങുന്നത്. വളരെ ക്രൂഷ്യലായ സ്റ്റേജിൽ നിൽക്കുന്നിടത്തേക്കൊക്കെ പല പ്രവർത്തകരും ഒക്കെ ഇത് എത്തിക്കാനായിട്ട് മുന്നിൽ നിന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ഇന്ന പാർട്ടി എന്നുള്ളത് മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഈ ഒരു സംഭവം വന്നതിന് ശേഷം നമുക്കറിയാലോ സർ, ഞാൻ ഉദ്ദേശിച്ചത് CPM-ന് DYFI എന്ന് പറയുന്ന ഒരു ശക്തമായ സംവിധാനമുണ്ട്. നമുക്ക് അതിനെ കണ്ടില്ല എന്ന് വിചാരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അതായത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവ് പോലും വേണ്ട അവർക്ക് ആ സ്ഥലത്തേക്ക് ഇറങ്ങാൻ. RSS എന്ന് പറയുന്ന സംവിധാനത്തിന്, സേവാഭാരതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. അവരും ഈ പറയുന്നത് പോലെ ഒരു ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുന്നൊന്നുമില്ല. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഇതുപോലെ നെഞ്ചി വിരിച്ചിറങ്ങാനായിട്ട് ആളുകളുടെ ഒരു ഷോട്ടില്ലേ, അതായിരുന്നില്ല ഇവിടെ കുറവ്. അല്ല, അവിടെയാണ് പ്രശ്നം ഞാൻ കാണുന്നത്. അത് തെറ്റാണ് ഒരു സമൂഹത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. കോൺഗ്രസ്സുകാർ ഇറങ്ങണം എന്ന് വിചാരിച്ച് DYFI കാത്തുക്കാൻ പാടില്ല, DYFI ഇറങ്ങണം സേവാഭാരതിക്കാർ കാത്തുക്കാൻ പാടില്ല. ഇത് ഇവിടെയാണ് ഒരു കാര്യമുള്ളത്. ഇപ്പൊ
കോൺഗ്രസ് CPM ഭരിക്കുകയാണെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങും, CPM ഭരിച്ചില്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങില്ല എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐക്ക് അപമാനം. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ അതാണ്, ഡിവൈഎഫ്ഐക്ക് അപമാനം, അല്ലെങ്കിൽ സേവാഭാരതിക്ക് അപമാനം. ഇപ്പൊ ഈ കോൺഗ്രസ് ഭരിക്കുന്ന അല്ല CPM ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ്സുകാരും അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് മറ്റു രണ്ട് പോലെ ഉള്ള ഒരു വലിയ ഓർഗനൈസ്ഡ് സംവിധാനം അല്ല എന്ന് നമുക്ക് വേണ്ടി വാദിക്കാം, അത് ശരിയുമാണ്. ഇപ്പൊ കോൺഗ്രസ് തന്നെ CPM പോലെ അല്ലല്ലോ, അതെ, അത് വേറൊരു ഘടനയാണ്, രണ്ടും ഒരുതരം കേഡർ കേഡർ സ്വഭാവമുള്ളതാണ്. സ്വഭാവമുള്ളതാണ്. എന്റെ പ്രശ്നം ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇറങ്ങിയോ ഡിവൈഎഫ്ഐ ഇറങ്ങിയോ സേവാഭാരതി ഇറങ്ങിയോ എന്നല്ല, ഇതൊന്നും ഇറങ്ങാതെ ഇവിടെ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാവണം. ഇത് അതെ ഇവരിറങ്ങണു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പൊ ഡിവൈഎഫ്ഐ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗവൺമെന്റ് ഫെയിലായിന്നാ, അതെ മനസ്സിലായോ? ഡിവൈഎഫ്ഐ ഇറങ്ങി സേവാഭാരതി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് സംവിധാനം ഫെയിലായി എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 2018 ഫ്ലഡ് തുടങ്ങി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ സംവിധാനങ്ങൾ എത്തണേ? നമുക്കറിയാം ഈ സംവിധാനമൊക്കെ വരുന്നത് വളരെ കഴിഞ്ഞിട്ടാണ്, അല്ലാണ്ട് ആദ്യമൊന്നും സംവിധാനം വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞേ, സജി ചെറിയാൻ കൂട്ട നിലവിളി ഉണ്ടായത് ഒരു ദിവസം, ശവങ്ങൾ ഇവിടെ ഒഴി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഫ്ലഡ്. ഇതിപ്പോ ഫ്ലഡ് ഒരൊറ്റ ദിവസം ഫ്ലഡേ ഉണ്ടായിട്ടുള്ളൂ, ഒന്നാമത് കണ്ടത് ഒരു ദിവസത്തെ ഫ്ലഡേ ആയിട്ടുള്ളൂ. ഇനി ഫ്ലഡ് കൂടാൻ പോവാണ്. ഇനി കേരളത്തിൽ വലിയ തോതിലുള്ള കാലാവസ്ഥ മാറ്റമുണ്ട്. ഇതിന് ഇപ്പൊ സതീശനാവട്ടെ പിണറായി ആവട്ടെ, ഇതിന് നിതാന്തമായ ഒരു ഒരു സംവിധാനം, നമ്മുടെ ക്ലൈമറ്റ് മോണിറ്ററിംഗ് തന്നെ വളരെ ഒരു പരാജയമാണ്, അതെ ഒരു ദയനീയമായ പരാജയമാണ്. ഇപ്പൊ നമ്മള് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉണ്ടായ കാലത്ത് അന്ന് വന്നൊരു കാര്യമുണ്ട്. അവിടെ ഒരു ഹ്യൂം സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്വകാര്യ NGO അവിടെ കാലാവസ്ഥ മോണിറ്റർ ചെയ്തു. അവര് ക്ലൗഡ് മാപ്പിംഗ് മറ്റേ ഇതൊക്കെ ചെയ്തിരുന്നു, എന്താ പറയാ, റെയിൻ മോണിറ്ററിംഗ് ഒക്കെ ചെയ്തിരുന്നു. അവർ 2 ദിവസം മുമ്പ് കളക്ടറെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ചൂരൽമലയിൽ മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ചെയ്യണമെന്ന്. അപ്പൊ കളക്ടർ പറഞ്ഞു, നിങ്ങൾ ഒഫീഷ്യൽ അല്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇത് സ്വീകരിക്കാൻ പറ്റില്ല. അതൊരു വലിയ വിവാദമായതാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാ അങ്ങനെ ചെയ്യണേ? ഒരാൾക്ക് അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ അല്ല പറഞ്ഞതുകൊണ്ട് കളക്ടർ ചെയ്യാതിരിക്കണം, കളക്ടർ ചെയ്യാതിരിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു അപകടം ഉണ്ടെങ്കിൽ അപകടം ഒഴിവാക്കില്ല. ഇനി ഉണ്ടായില്ല എന്ന് വെക്കുക അപകടം, എന്നാലും എന്താ കുഴപ്പം? ഇപ്പൊ സ്കൂളിന് അവധി കൊടുക്കുന്നു, നല്ല ട്രോൾ ചെയ്യുന്നതല്ലേ. സ്കൂളിന് അവധി കൊടുത്താൽ മഴ പെയ്യില്ല, സ്കൂളിന് അവധി പിൻവലിച്ചാൽ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അതേ ചെയ്യാൻ പറ്റൂ, സ്കൂളിന് അവധി കൊടുക്കാനേ പറ്റൂ. ഇപ്പൊ റെഡ് അലർട്ട് എറണാകുളം ജില്ലയിലുണ്ടെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ അവധി കൊടുക്കില്ലേ ഗവൺമെന്റ് ചെയ്യേണ്ടത്? ഞാൻ അന്ന് മഴ പെയ്തില്ല വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ 1, 2 നമ്മൾ ജില്ലയ്ക്കാ കൊടുക്കണേ. ഒരു ജില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ. ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ മറ്റേ തൊടുപുഴ മുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്രയോ ദൂരമുണ്ട്. ഇടുക്കി ജില്ലയിൽ മഴ പെയ്യുന്നു, എവിടെ മഴ പെയ്യുന്നു നമ്മൾ പറയണ്ടേ? എറണാകുളം ജില്ലയിൽ മഴ പെയ്യുന്നു, കുട്ടമ്പുഴ പെയ്യുന്നു, വൈപ്പിൽ പെയ്യുന്നു, വോട്ട് കൊച്ചി പെയ്യുന്നു നമ്മൾ പറയണ്ടേ? അപ്പൊ പ്രശ്നം കൂടുതൽ മൈക്രോ ലെവലിൽ ക്ലൈമറ്റ് പ്രഡിക്ഷന്റെ സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഹൈക്കോടതി പോയൊരു കാര്യം കൊടുത്തു, എൻ്റെ ഒരു ഹർജി ഇപ്പോഴും ഉണ്ട്, 2018 കൊടുത്തതാണ്. വേറൊന്നുമല്ല, കേരളത്തിൽ ഡൈനമിക് ഫ്ലഡ് മാപ്പിംഗ് വേണമെന്നാണ് എൻ്റെ ആവശ്യം. ഡൈനമിക് ഫ്ലഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അന്ന് ഡാം തുറന്നു വിട്ടൊരു പ്രശ്നം, ഡാം തുറന്നു വിടുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മഴ പ്രെഡിക്റ്റ് ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് മഴ പ്രെഡിക്റ്റ് ചെയ്താൽ ഇന്ന സ്ഥലത്ത് ഇത്ര വെള്ളം പൊങ്ങും, ഇത്ര മണിക്ക് എന്ന് പറയാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് GPS ഇട്ടണില്ലേ? എന്റെ GPS ഞാൻ ഇട്ടാൽ ഇവിടെ എത്ര വെള്ളം വരും, അല്ലെങ്കിൽ GPS ഞാൻ നോക്കിയാൽ ഇപ്പോൾ എറണാകുളത്ത് കടവന്തറ ഇത്ര സമയത്ത് വെള്ളം വരും, കല്ലൂർ ഇത്ര സമയത്ത് വെള്ളം വരും എന്ന് പറയാനുള്ള സംവിധാനം നമുക്കുണ്ടാവണം. ഒരു 3 മണിക്കൂർ മുമ്പ് പ്രഡിക്ഷൻ കിട്ടിയാൽ, പ്രഡിക്ഷൻ തെറ്റാവാൻ ചിലപ്പോൾ, ഞാൻ പ്രഡിക്ഷൻ ഇപ്പോൾ അതുകൊണ്ട് മുഴുവൻ, അപ്പൊ പ്രഡിക്ഷൻ കുറെ കൂടി ലോക്കലൈസ് ചെയ്യണം. ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ എല്ലാ കടയും അടച്ചുകൂട്ടി പോകാൻ പറ്റില്ലല്ലോ, എറണാകുളത്ത് എവിടെ ഉണ്ടാവുക എന്നറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻ സംവിധാനം മോശം. രണ്ടാമത്, പ്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന്, അതിനേക്കാൾ അപ്പുറത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്നൊരു ജോലിയുണ്ട്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. വെള്ളം വന്നാൽ പോകാൻ എന്താണ് വഴി എന്ന് ഒരു ഹൈഡ്രോളജിക്കൽ സ്റ്റഡിയും കേരളത്തിൽ ഒരുത്തരും നടത്തിയിട്ടില്ല. റൂം ഫോർ റിവർ എന്നൊക്കെ നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞു എന്നല്ലാതെ എവിടെയില്ല. ഇപ്പൊ നെൽവയൽ തണ്ണീർത്തട നിയമം, ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മറ്റേ നമ്മുടെ നിർമ്മാണ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, പുഴയിൽ വന്നിട്ടുള്ള മണൽ, ചളി മാറ്റൽ, മാലിന്യം പുഴയിൽ വന്നിട്ടുള്ളത് മാറ്റൽ, ഇതൊക്കെ നമ്മളിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ പുഴയിൽ നിന്ന് ആകെ വരേണ്ടത് മണൽ മാത്രം. നമുക്ക് ചളി എത്ര കിടക്കുന്നുണ്ട് പുഴയിൽ, അത് വരാൻ പറ്റും. ഇപ്പൊ ഡാമിലെ ചളി മാറ്റും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല, ഡാമിലെ ചളി മാറ്റിയില്ലെങ്കിലും പുഴയിലെ ചളി മാറ്റേണ്ടി വരും. നീരൊഴുക്ക് തടസ്സപ്പെടാത്ത വിധത്തിൽ ചളി മാറ്റേണ്ടി വരും. അത് മാറ്റുമോ? ഞാനിപ്പോ തോട്ടപ്പള്ളിയിലെ കാര്യം പറഞ്ഞതാ. തോട്ടപ്പള്ളിയിൽ ആവേശത്തോടെ മണൽ ഖനനം നടത്തി.
പക്ഷെ തോട്ടപ്പള്ളിയിൽ കൂടിക്കിടക്കുന്ന മാലിന്യം ആരും കണ്ടില്ല, തൊട്ടില്ല. ഇത്രയും കൊല്ലായി. കഴിഞ്ഞ കൊല്ലം കൂടി തുടങ്ങിയതാവുമല്ലോ. ഈ കഴിഞ്ഞ മെയ് 18-ന് സതീശൻ വന്നതിന് ശേഷം വന്ന മാലിന്യമൊന്നും അല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇനി വേണ്ടത് സതീശന്റെ ഒരു പ്രസ്താവനയും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ടോട്ടൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പൊ കൊച്ചി യൂണിവേഴ്സിറ്റി വളരെ പവർഫുൾ ആണ് ക്ലൈമറ്റില്. പക്ഷെ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റ ആരും എടുക്കാറില്ല. കൊച്ചി യൂണിവേഴ്സിറ്റി, സൂം സെന്റർ, അതുപോലെ കോഴിക്കോടും തിരുവനന്തപുരത്തും ഇടുക്കിയിലും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള ലോക്കൽ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ അത് ഏകോപിപ്പിച്ച് ചെയ്യണം. 2, ഹൈഡ്രോളജി സ്റ്റഡി നടക്കണം കേരളത്തിൽ. വെള്ളം എപ്പോഴും ഒഴുകുന്നുള്ളത്. അണ്ട് ഇവിടെ പോയി പൊഴി മുറിച്ചു, അവിടെ പോയി ഇത് മുറിച്ചു എന്നല്ല. ഇപ്പൊ പൊഴി മുറിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാ. ഇനി എന്ത് സംഭവിക്കുന്ന അറിയോ? വെള്ളം കുറയും. ഇവിടെ വെള്ളം കുറയുമ്പോ കടല് കയറും. കടല് കയറി കുട്ടനാട്ടിൽ കടല് കയറിയ പിന്നെ കുട്ടനാടില്ല. കുട്ടനാട് കടലിനേക്കാ താന്ന വെള്ളം പൊന്തിക്കുമ്പോ ശരിയാ. നേരെ മറിച്ച് ഇവിടെ വെള്ളം കുറഞ്ഞാൽ ഈ പൊഴിയിലൂടെ കുട്ടനാട്ടിലേക്ക് വെള്ളം കയറും, കടൽ വെള്ളം കയറും. മാത്രമല്ല കടൽ നിരപ്പ് അല്ലെങ്കിൽ തന്നെ ഉയർന്നതാണ്. കടൽ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട്. 3ാമത് വേലിയേറ്റ സമയത്ത് വെള്ളം കയറിയാൽ ഒന്നും ചെയ്യാനില്ല. പൊഴി മുറിച്ചിട്ട് കാര്യമില്ല. കാരണം വേലിയേറ്റ് വെള്ളം ഇങ്ങടാ കയറുക. 2018-ൽ നമ്മൾ രക്ഷപ്പെട്ടത് വേലി ഇറക്ക സമയത്താണ് ഇത് ഉണ്ടായത് എന്നുള്ളതാ. വേലി ഏറ്റ സമയത്താണെങ്കിൽ 2018-ന്റെ അവസ്ഥ ഇതൊന്നുമല്ല. വെള്ളം അങ്ങോട്ട് പോവില്ല, വെള്ളം ഇങ്ങോട്ട് കയറി വരും. അതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ സതീശനാണോ പിണറായി ആണോ എന്നുള്ളതല്ല. നമുക്കൊരു സംവിധാനമുണ്ടോ, ഒരു സ്റ്റഡി റിപ്പോർട്ടുണ്ടോ, ഉള്ള റിപ്പോർട്ട് നമ്മൾ നടപ്പാക്കിയിട്ടുണ്ടോ, നമ്മുടെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ, അത് പരിശോധിക്കലാണ് അടിയന്തരമായി വേണ്ടത്. ഞാൻ ഈ സിനിമാ നടന്മാർ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ലത് എന്ന് ചോദിക്കുന്ന പോലെ അല്ല വേണ്ടത്. അത് പിണറായിക്കും ദോഷമാണ്. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നടക്കൂ. ഇപ്പൊ നാളെ വേറെ മുഖ്യമന്ത്രി വന്നാൽ പിണറായി അല്ല, വേറെ മുഖ്യമന്ത്രി വന്നാൽ CPM കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ലേ? ഇപ്പൊ പിണറായി അല്ലാതെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്ന പോലെ ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ച ഒരു സമിതി ഉണ്ടല്ലോ. അതിന്റെ റിസൾട്ട് കൂടിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണത്തിനല്ല നിൽക്കേണ്ടത്. ഇത് ശാസ്ത്രീയമായി പഠിച്ച് പരിഹാരം കാണുക. അല്ലാണ്ട് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെ ആശ്രയിച്ചാവരുത് മനുഷ്യരുടെ ജീവനും ജീവിതവും.